ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുതിയ വീടിന്റെ മട്ടുപ്പാവിൽ എന്ന് വേണമെങ്കിൽ പറയാൻ. കണ്ടില്ലേ, രണ്ടാമത്തെ നിലകളിലാണ് നിൽക്കുന്നത്, ടെറസിലാണ് കേട്ടോ നിൽക്കുന്നത്. വീട് ഇതുവരെ ഫുൾ ആരെയും കാണിച്ചില്ല. ഫുള്ളായിട്ടുള്ള വീഡിയോ അമ്മയും അച്ഛനും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. തിരക്കുകള് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു കേട്ടോ ചെയ്യാതിരുന്നത്. പക്ഷെ ഇന്ന് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാം, നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ബഡ്ജറ്റ് ഒക്കെ നോക്കിയിട്ട് വീട് പണിയുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വീടിന് പൈസ ചിലവാകുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള തന്നെയാണ്. അടുക്കളയ്ക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത്, കുറയ്ക്കുകയും ചെയ്യാം കൂട്ടുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കയ്യിലെ പൈസയൊക്കെ ഇപ്പോൾ വളരെ കുറവായതുകൊണ്ട് നമ്മൾ ആദ്യം അടുക്കളയെ ഇപ്പൊ ചെയ്യേണ്ടെന്നുള്ള കൺസെപ്റ്റിലാണ് ഇരുന്നത്. പക്ഷേങ്കിൽ നമുക്ക് മോഡുലാർ കിച്ചൺ പോലെയൊക്കെ ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഫെറോസ്ലാബ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അതൊരു കാര്യമുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ കിച്ചൺ ചെയ്യുന്ന സമയത്ത് വീട് പണിയുമ്പോഴത്തേക്കും ഈ ഒരു ഐഡിയ നിങ്ങളത് കണ്ടു നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാം. എന്തായാലും ഞാനിപ്പോ ചെയ്യുന്നത്, എനിക്ക് മോഡുലാർ കിച്ചൺ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളുടെ യൂണിറ്റുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഞാൻ ഇവിടെ അടുത്തുള്ള കോഴിപ്പള്ളി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീട് പണിയുന്ന കൂത്താളത്താണ്. കോഴിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സിജു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് കേട്ടോ. പുള്ളി ഫെറോസ്ലാബിന്റെ മാനുഫാക്ചറിങ്, അതായത് അവരുടെ വീട്ടിൽ ഫെറോസ്ലാബ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പൊ പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും എന്റെ ഫസ്റ്റിലത്തെ പ്രശ്നക്കാരി എന്താണെന്ന് അറിയാം, ഞാൻ വിചാരിച്ചിരുന്നത് ചുമ്മാ രണ്ട് ഫെറോസ്ലാബ് അങ്ങ് ഇടാം ഇപ്പൊ തൽക്കാലത്തേക്ക്, കാരണം നമുക്ക് പൈസ കുറവാണല്ലോ ഇപ്പൊ. അപ്പൊ രണ്ട് ഫെറോസ്ലാബ് ഇപ്പൊ ചുമ്മാ അങ്ങ് ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഒക്കെ വെച്ചിട്ട് ഒരു സിങ്ക് ഫിറ്റ് ചെയ്യുക, ഗ്യാസ് വെക്കാനുള്ള സ്പേസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, എനിക്ക് ഇങ്ങനെ മോഡുലാർ കിച്ചൺ ടൈപ്പിലൊക്കെ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലത്തേക്ക് ഇങ്ങനെ, അതായത് ഈ രണ്ട് സ്ലാബ് മാത്രം ഒന്ന് ഇട്ട് തന്നാൽ മതി എന്ന് പറയാം. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യും, ഫെറോസ്ലാബിൽ തന്നെ നമുക്ക് മോഡുലാർ കിച്ചൺ പോലെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അതാണ് കേട്ടോ. അപ്പൊ നിങ്ങളും വീട് പണിയുന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ മൾട്ടിവുഡ്, പിന്നെ UPVC കുറെ മെറ്റീരിയൽസ് ഉണ്ട്, എനിക്കറിയത്തില്ല, കുറെ പ്ലൈവുഡ്, അത് ഇത് കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഈ ഒരു സാധാരണ ഒരു മോഡുലാർ കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ 2.5, 2.25, 3 ലക്ഷം ഒക്കെ ലിമിറ്റഡ് ആയിട്ട് ചെയ്താൽ പോലും അത്രയൊക്കെ പൈസയിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ഫെറോസ്ലാബ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ എന്റെ എന്താ വെച്ചാൽ, നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ജസ്റ്റ് ഫെറോസ്ലാബ് വെറുതെ ഇടാൻ പറഞ്ഞ സാധനം നമ്മൾ ഈ രീതിയിൽ കറക്റ്റ് ഹൈറ്റും സാധനങ്ങളും ഒക്കെ നോക്കി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എപ്പോ വേണേലും ഇത്രയും മെറ്റീരിയൽ വേസ്റ്റ് ആയിട്ട് പോകത്തുമില്ല. ഇതിന്റെ അടിയിലേക്ക് നമുക്ക് എപ്പോ വേണേലും യൂണിറ്റ് ഇൻസർട്ട് ചെയ്ത് വെക്കാനും പറ്റും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അതെങ്ങനെയുണ്ട്. ഒരു മോഡുലാർ കിച്ചൺ എങ്ങനെയാണോ വരുന്നത്, ആ രീതിയിലാണ് ഫെറോസ്ലാബ് കൊണ്ട് ഇവർ ഈ ഒരു കിച്ചൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ തന്നെ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് പോയെങ്കിലും വീണ്ടും ഒന്നും കൂടെ മെഷർമെൻ്റ് എടുത്തു. നമുക്കിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് 10 ഫെറോസ്ലാബാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ വേണ്ടി വന്നു. അങ്ങനെ 11 ഫെറോസ്ലാബാണ് നമ്മളുടെ ഇത്രയും പോർഷൻ പണിയാനായിട്ട് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഇവരിങ്ങനെ എന്താ ടേപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അളവെടുത്ത് ഓരോ യൂണിറ്റുകൾ എവിടെയൊക്കെയാണ് എന്ന് നമ്മളെ വരച്ച് കാണിച്ചു, കൺഫേം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പലതരം യൂണിറ്റുകൾ വെക്കേണ്ട സ്പേസൊക്കെ അവരതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവർ 2 പണിക്കാരായിരുന്നു കേട്ടോ വന്നത്. പിന്നെ ആദ്യം ചെയ്തത് ആ മാർക്ക് ചെയ്ത ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് പൊട്ടിച്ചു. അപ്പോൾ നല്ലൊരു പൊടിയായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് മിറ്റിൽ പൊടിയും മിറ്റിലും കേട്ടോ, എംസാൻഡും മിറ്റിലും. 5 കൊട്ട മിറ്റിലും 5 കൊട്ട എംസാൻഡുമാണ് വേണ്ടി വന്നത്. പിന്നെ ഇവിടെ കണ്ടില്ലേ, നമ്മളിങ്ങനെ ചെയ്തു വന്നപ്പോൾ നമ്മുടെ വയറ് കണ്ടോ, അകത്തുകൂടെ പോയത് പയ്യെ ഒന്ന് കട്ടായിട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പാതകം വരുന്നതിന് ഹൈറ്റിൽ വേണം അതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഇലക്ട്രിക്കൽ ചെയ്ത ആദ്യം നമുക്ക് പൈപ്പ് ഇട്ട ആൾക്കാർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. വൺ സൈഡ് ഇവർ നോക്കിയപ്പോഴത്തേക്കും പൈപ്പ് മുകളിലായിരുന്നു, പക്ഷേ അടുത്ത സൈഡിലേക്ക് വന്നപ്പോൾ പൈപ്പ് ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് താണു പോയി, ലെവലായിട്ടല്ല പൈപ്പ് അടിച്ചത്, അതുകൊണ്ടാണ് അവിടെ കട്ടായത്. അപ്പോൾ ഇനി അത്രയും പൈപ്പ് നമ്മൾ മാറ്റി ചെയ്യണം. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇഷ്ടിക വേണമായിരുന്നു കേട്ടോ, ഒരു 30ഓളം ഇഷ്ടിക എടുത്തിട്ടുണ്ട്. ആ ഇഷ്ടിക കിട്ടിയതിന് ശേഷം അതിൻ്റെ അകത്ത് മിറ്റിൽ പൊടിയും മിറ്റിലും ഒക്കെ നിറച്ച് അവരത് അതിൻ്റെ ബേസ് ഉണ്ട്. ഈ ഒരു ബേസിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഫെറോസ്ലാബുകൾ ഇതുപോലെ കുറുകെയുള്ള പീസുകളാണ് ആദ്യം വെച്ചത്. അതിനുശേഷം മുകളിലെ പീസുകളും സെറ്റ് ചെയ്യാണ്. ഒരാൾ കട്ട് ചെയ്യാനും ഒരാൾ ഫിക്സ് ചെയ്യാനും, അങ്ങനെ 2 പണിക്കാരാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവരെന്തായാലും വളരെ സ്പീഡപ്പായിട്ട് കാര്യങ്ങളെല്ലാം സെറ്റാക്കി. ഇനി ഇത് മൊത്തം ഫിനിഷ് ചെയ്തപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ.
അങ്ങനെ നമ്മുടെ കിച്ചയുടെ സ്ലാബുകൾ മുഴുവൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് കാണിക്കാം കണ്ടോ. ഈ രീതിയിലാണ് ഫിക്സ് ചെയ്തത്. അപ്പോൾ സാധാരണ ഫെറോ സ്ലാബുകൾ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ കണ്ടില്ലേ ഈ ഒരു തട്ട് പിടിപ്പിച്ചേക്കുന്നില്ലേ, ഇതുപോലെ തട്ടുകളായിട്ട് മൊത്തത്തിലാണ് സാധാരണ ഈ ഇങ്ങോട്ടുള്ള എല്ലാ ബോക്സുകളും ഇങ്ങനെ പല പല തട്ടുകളായിട്ടാണ് സാധാരണ ഫെറോ സ്ലാബ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇതിലെല്ലാത്തിലും ഓരോരോ യൂണിറ്റുകൾ ഫിക്സ് ചെയ്യാനുണ്ട്. ഇപ്പം ഇത് പുൾ ഔട്ട് യൂണിറ്റ് വരാനുള്ള സ്പേസ് ആണ് ഇത്. അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ കട്ട്ലറി ബാസ്ക്കറ്റ് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളുണ്ടല്ലോ നമ്മുടെ, എനിക്ക് എല്ലാത്തിനും പേരുകളൊന്നും അറിയത്തില്ല കേട്ടോ മോഡുലാർ കിച്ചണിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം അങ്ങനത്തെ യൂണിറ്റുകളാണ്, പ്ലേറ്റ്സിന്റെ യൂണിറ്റുകൾ, പിന്നെ കട്ടിങ് അങ്ങനെ ചോപ്പിങ് അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കുന്ന യൂണിറ്റുകൾ, അങ്ങനെ ഓരോ പാത്രങ്ങൾ, കപ്സ് അതൊക്കെ വെക്കാനുള്ള ഓരോരോ യൂണിറ്റുകളും ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും എന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതുപോലെ മുഴുവനും സാധാരണ പണ്ട് ചെയ്യണ പോലെ ഇങ്ങനെ ഫെറോ സ്ലാബിൻ്റെ ഇങ്ങനെ ക്യാബിൻ അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റുകളൊന്നും ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ മൊത്തം നമ്മളുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് എനിക്ക് വന്നിരിക്കുന്നത് എത്രയാണെന്നറിയാമോ? ഇത്രയും ചെയ്യാനായിട്ട് ഞാൻ ശരിക്കും ആദ്യം വിചാരിച്ചിരുന്നത് നമുക്ക് ചിലവ് ഇല്ലാത്തത് കൊണ്ടും പിന്നീട് മോഡുലാർ കിച്ചൺ ചെയ്യാന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ സിങ്ക് വരുന്ന പോർഷനാണ്. അപ്പോൾ ഇവിടെ ഒരു സിങ്ക് വരാനായിട്ട് ഒരു ഫെറോ സ്ലാബ് ഇവിടെ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് കുറച്ച് ഭാഗത്തേക്ക് ഒരു ഫെറോ സ്ലാബും കൂടി ഇങ്ങോട്ട് തള്ളിയിട്ട് ഗ്യാസും വെക്കാം. എന്നിട്ട് സൈഡൊക്കെ നമ്മുടെ ഈ ചെറിയ ഇഷ്ടിക വെച്ച് കെട്ടി തൽക്കാലത്തേക്ക് അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ നമുക്കൊരു ഫെറോ സ്ലാബിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചപ്പോൾ 400 സംതിങ്, അതായത് 500 രൂപ അടുത്താണ് ഒരു ഫെറോ സ്ലാബിന് വരുന്ന റേറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പം നമുക്കിവിടെ വർക്ക് ചെയ്യാനായിട്ട് ആകെ വേണ്ടി വന്ന ഫെറോ സ്ലാബ് എന്ന് പറയുന്നത് 11 പീസ് ഫെറോ സ്ലാബാണ് വേണ്ടി വന്നത്. ഈ വലിപ്പത്തിലുള്ള 11 ഫെറോ സ്ലാബാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനാകെ എനിക്ക് ചിലവ് വന്നു എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു പൈസയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് എനിക്ക് ചിലവ് വന്നുള്ളൂ. ഞാൻ ഈ 2 ഫെറോ സ്ലാബ് വാങ്ങിച്ച് ഒരു മേസ്തിരിനെയൊക്കെ വിളിച്ച് ഇത് സെറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് മാത്രമാണ് ഇത്രയും ചെയ്യാനും എനിക്ക് ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ കുതാളുള്ള സിജു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ, ഒരു കോൺട്രാക്ടർ ഉണ്ട്. അയാളുടെ വീട്ടിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ ഫെറോ സ്ലാബൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ വന്നിട്ട് ഇത് സെറ്റ് ചെയ്ത് തന്നെ എനിക്ക്. അപ്പോൾ പുള്ളിക്കാരൻ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് പോയി, പുള്ളിയുടെ പണിക്കാർ 2 പേര് വന്നിട്ടാണ് സെറ്റ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഈ വാതിലിൻ്റെ അവിടെ ഇത്രയും വീതിയുണ്ട് ഇവിടെ കണ്ടില്ലേ. പക്ഷേ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് ഇവിടെ കുറവാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണിത്. അപ്പോൾ ആ പുള്ളി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ ഡോർ പോർഷൻ ആണല്ലോ, നമ്മൾ എപ്പോഴെങ്കിലും ഇപ്പം നമ്മൾ സാധാ ഫ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഫ്യൂച്ചറിൽ നമുക്കൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ വെക്കണം തോന്നിയാൽ പോലും ഇവിടെ വെക്കാം എന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ഈ ഫെറോ സ്ലാബിൻ്റെ വർക്ക് ഇവിടെ ചെയ്തപ്പോൾ അതേ മുകളിലേക്കൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡുലാർ കിച്ചൺ മോഡലിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് നമുക്ക് ലോഫ്റ്റ് അതിൻ്റെ ഒക്കെ പോയിൻ്റൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ ഹുഡ് ആൻഡ് ഹോബിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലോഫ്റ്റ് ഒന്നും നമ്മളിപ്പോൾ അടിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല നമുക്ക് പിന്നീട് എന്തെങ്കിലും കാലത്ത് പൈസ ഉള്ളപ്പോൾ നമുക്ക് യൂണിറ്റ് ആയിട്ട് വെക്കാലോ എന്നുള്ളതുകൊണ്ടാണ് മുകളിലേക്ക് ഒന്നും ചെയ്യാത്തത്. ഇപ്പം ഞാൻ തൽക്കാലം ചെയ്യാൻ പോകുന്നത് നമുക്ക് വുഡിൻ്റെ തടിയുടെ 1-2 ചെറിയ കുഞ്ഞ് ഷെൽഫുകൾ വീട്ടിലിരിപ്പുണ്ട്. അത് പെയിൻ്റ് അടിച്ചിട്ട് തൽക്കാലം ഇവിടെ വെക്കാം. നമുക്ക് ഈ ഉപ്പും മുളക് പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് മതിയല്ലോ. അപ്പോൾ അതിനങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ച 2 ഫെറോ സ്ലാബ് വാങ്ങിച്ചിട്ട് ഇവിടെ സിങ്കിൻ്റെ ഒരു യൂണിറ്റും ഒരു ഫെറോ സ്ലാബും ഇട്ട് ഇങ്ങോട്ട് അങ്ങോട്ടൊന്നുമില്ല, ഇതിൻ്റെ ഈ ജനലിൻ്റെ പകുതി വരെയുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഗ്യാസ് വെക്കാനുള്ള പോയിന്റും വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ അതേ ചിലവിലാണ് കേട്ടോ ഞാൻ ഇത്രയും ഇങ്ങനെ ക്യാബിനായിട്ട് അടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഒരു സമയത്ത് എനിക്ക് ഇത് പോരാ, മോഡുലാർ കിച്ചൺ തന്നെ മറ്റേപ്പാട് നമ്മൾ മൾട്ടിവുഡോ അല്ലെങ്കിൽ പ്ലൈ ഒക്കെ ഉപയോഗിച്ച് മറൈൻ പ്ലൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഇത് എടുത്ത് കളഞ്ഞാൽ പോലും നഷ്ടമില്ലാത്തൊരു രീതിയിലാണ്, അത്രയും ചിലവ് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അധികം ചിലവ് വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ യൂണിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാ യൂണിറ്റുകൾ വെക്കാമെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ യൂണിറ്റുകളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതിനിപ്പോൾ അടപ്പും തൽക്കാലം ചെയ്യാനുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ തൽക്കാലം ഇതിങ്ങനെ കിടക്കട്ടെ
എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലെ അടുക്കളയാണെങ്കിലും അറിയാലോ, വലിയ ഒരു സൗകര്യം, വലിയൊരു സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞടുക്കളയായിരുന്നല്ലോ നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തൽക്കാലത്തേക്ക് വെക്കാം. പിന്നീട് നമ്മുടെ കടമൊക്കെ തീരുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു കിച്ചൺ ചെയ്യണം, അന്നേരം ദൈവം നമ്മളെ സഹായിക്കുവാണെങ്കിൽ നമുക്ക് അന്നേരം ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതെടുത്ത് കളഞ്ഞാൽ പോലും നമുക്ക് നഷ്ടമില്ല. പക്ഷേ ഇത് കളയേണ്ട ആവശ്യമില്ലെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാ യൂണിറ്റുകളും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ അകത്ത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ മൾട്ടിവുഡ് പോലത്തെ ഡോറുകളോ അതല്ലെങ്കിൽ നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനോ ഡോറുകളോ ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താണേലും നമ്മുടെ കിച്ചണിൻ്റെ ഇന്നത്തെ പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. നോക്കിയേ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ കിച്ചൺ. ഞാൻ സൈഡിൽ നിന്നല്ല അപ്പുറത്തു നിന്ന് കാണിക്കാം നമ്മുടെ കിച്ചൺ മൊത്തത്തിൽ നിങ്ങൾ നോക്കിക്കുക. അപ്പോൾ നമ്മുടെ വീട് ഫുള്ളായിട്ട് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. കണ്ടോ, നമുക്കിനിയിപ്പോൾ വീഡിയോസൊക്കെ എടുക്കണമെങ്കിലാണ് നമുക്ക് ഇവിടുന്ന് ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. ആ 3 കള്ളിയുള്ള ജനലില്ലേ, അവിടെയാണ് നമ്മൾ ഗ്യാസ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ അമ്മയ്ക്കാണ് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സംസാരിക്കാം. പിന്നെ 2 ജനലിൽ വരുന്ന സ്ഥലമില്ലേ, അവിടെയാണ് നമ്മുടെ സിങ്ക് വരുന്നത്. ഇനി അവിടെ നമ്മൾ നമ്മുടെ സ്റ്റൗ വെക്കുമായിരുന്നുവെങ്കിൽ നമുക്ക് നടുക്ക് നമ്മൾ സിങ്ക് വെക്കണമായിരുന്നു. അപ്പോൾ എന്നാ ഈ ഹാളിലൊക്കെ ആരെങ്കിലും ഇരിക്കുകയൊക്കെ ആണെങ്കിലും നോക്കുമ്പോഴേ നമ്മുടെ സിങ്കും പാത്രങ്ങളും ഒക്കെ കാണുമെന്നുള്ളതൊന്ന്. ഇനി അത് മാത്രമല്ല, അവിടെ കുക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അമ്മ എപ്പോഴും അങ്ങോട്ട് തിരിഞ്ഞല്ലേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ ക്യാമറ വെക്കാനൊക്കെ പാടാണ്. ഇതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാം. കണ്ട ഈ ഒരു വ്യൂ കണ്ടില്ലേ, ഇവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇതൊരു നല്ലൊരു വ്യൂ അല്ലേ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ അടുപ്പ് ഇവിടെയാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ മോഡുലാർ കിച്ചണൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മോഡുലാർ കിച്ചന് വേണ്ടിയിട്ട്. ഒന്ന്, രണ്ടാമത്തെ കാര്യം, തൽക്കാലത്തേക്ക് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മുടെ പൈസ വലിയ പണിയൊന്നും പണിയാതെ ഇതുപോലെയൊക്കെ അങ്ങ് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ക്യാഷ് ഉള്ളപ്പോൾ നമുക്കത് റീസെറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ 11 പീസ് ഫെറോസ് ലാബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അമ്മയൊന്നുമില്ല, ഞാൻ തന്നെ ഉള്ളൂ ഇവിടെ. പിന്നെ ഞങ്ങൾ ഒരു കാര്യം കൂടെ കാണിക്കാം കേട്ടോ. നമ്മുടെ പുറത്ത് കുഴൽക്കിണർ കുത്തിയിൽ ഇന്ന് എൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുഴൽക്കിണറിന് നമുക്ക് ചേമ്പർ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ചേമ്പർ ഉണ്ടാക്കാനായിട്ട് മേസ്തിരിമാരെയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര പാട്. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഞാൻ തന്നെ അത് ഇവിടെ വന്ന് ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ വന്ന് ഞാൻ തന്നെയാണ് കേട്ടോ കുഴിയൊക്കെ എടുത്തത്. അപ്പോൾ 2 അടി കുഴി വേണം. അപ്പോൾ ഞാൻ 2 അടി കുഴി ഇവിടെ എടുത്തു. പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്നാ വെച്ചാൽ ഇവിടെ വെട്ടുകല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല പാടായിരുന്നു കുഴി എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഒരു റിങ് ഇവിടെ കുഴിച്ചിട്ടു, ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇനി സിമെൻ്റൊക്കെ വെച്ച് നമ്മളത് ശരിയാക്കണം. ഇനി ഒരു റിങ്ങും കൂടി ഇതിനെ മുകളിലേക്ക് കൊണ്ട് വെക്കണം. എന്നിട്ട് അടപ്പും കൂടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് വേണം ഇനി കുഴൽക്കിണറിന് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മളൊരു കുഞ്ഞൊരു വിറകടുപ്പ് പോലത്തെ സ്ഥലം ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് ഈ ഒരു പോർഷൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു കിച്ചണും ഇതിന്റെ വർക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ. പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ വീടിന്റെ മൊത്തം പണികളും കാര്യങ്ങളും വീട് എങ്ങനെ ഇരിക്കണമെന്നൊക്കെ കാണിക്കാം. അപ്പൊ നമ്മളുടെ കയ്യിലെ ക്യാഷിനനുസരിച്ച് കുഞ്ഞു കുഞ്ഞു രീതിയിൽ നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഫെറോസ് ലാബ് കൊണ്ടുണ്ടാക്കിയ ഈ ഒരു സംഭവമാണ് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, എല്ലാം ചെയ്യണമെന്ന് ഉറപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ മൊത്തം പണിയിലൊക്കെ ആയതുകൊണ്ട് ഒരു പരിവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ വർക്കിംഗ് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ നിന്നാണ് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഏപ്രിൽ മാസം ആയതുകൊണ്ട് ഈ മാസം പകുതിയോട് കൂടിയൊക്കെ നമ്മൾ ഇങ്ങോട്ട് താമസം മാറാന്നൊക്കെയാണ് വിചാരിക്കുന്നത്. മൊത്തമായിട്ടല്ല, എന്നാലും ഇവിടെ വന്ന് താമസിക്കാനായിട്ട് അച്ഛനമ്മയ്ക്കൊക്കെ നല്ലൊരു ആഗ്രഹവും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മാസം പകുതിയോടുകൂടിയൊക്കെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ദൈവം സഹായിച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബാക്കി എല്ലാ പരിപാടികളും ഒന്ന് പെട്ടെന്ന് തീരാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് നടന്നു പോകാനൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാനും ഷെയർ ചെയ്യാനും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും തൊട്ടടുത്ത ദിവസം തന്നെ ഫുൾ വീട് മൊത്തത്തിൽ കാണിക്കാം.
അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.